നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. മഴയിലും ചോരാത്ത ആവേശത്തിൽ വോട്ട് ചെയ്തു നിലമ്പൂർ. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം 74.35% പോളിംഗ്. ഇതോടെ നാടളക്കി നടത്തിയ പ്രചരണം ഫലം കണ്ടെന്ന ആശ്വാസത്തിലും ഉയർന്ന പോളിംഗ് ശതമാനം ഗുണം ചെയ്യുമെന്നുള്ള കണക്കൂട്ടലിലും ആണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ. നിലവിൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്ന പോളിംഗാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.28%, 2024 തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61.46% വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് 75.23%. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. രാജ്ഭവനിൽ ഔദ്യോഗിക ചടങ്ങിനെ രാഷ്ട്രീയവേദിയാക്കിയതിലൂടെ ഗവർണർ നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നും രാജ്ഭവൻ പുറത്തിറക്കിയ പ്രസ്താവന ശക്തമായി തള്ളിക്കളയാണെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രാജ്യത്തിൻ്റെ ഭരണഘടനയും അതിലൂടെയുള്ള ഭരണക്രമവും സംരക്ഷിക്കപ്പെടാൻ നടപടി കൈക്കൊള്ളേണ്ടത് ഏത് പൗരൻ്റെയും പ്രധാനപ്പെട്ട ബാധ്യതയാണെന്നും ഗവർണർ ഭരണഘടനാ തലവനെന്ന നിലയിൽ നിഷ്പക്ഷതയും പൊതുപരിപാടികളോട് എത്രയും കൂടുതൽ മാന്യതയും പുലർത്താൻ ബാധ്യതയുള്ള വ്യക്തിയാണെന്നും മന്ത്രി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ലെന്ന ശശി തരൂരിൻ്റെ പരാതി തള്ളി കോൺഗ്രസ്. പാർട്ടി പുറത്തിറക്കിയ ലിസ്റ്റ് പ്രകാരം തരൂർ താരാപ്രചാരകനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ താരാപ്രചാരക പട്ടിക ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ജൂൺ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ 40 പേരുടെ താരാപ്രചാരക പട്ടികയിൽ 8ാമനാണ് ശശി തരൂർ. പീച്ചി ഡാം സ്ലൂയിസ് ഷട്ടർ ഇന്ന് തുറക്കും. മണലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. മണലി കരുവന്നൂർ പുഴകൾ നിലവിലെ ജലനിരപ്പിൽ നിന്ന് പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പാലക്കാട് BJP നേതാവ് കോൺഗ്രസിൽ ചേർന്നു. പാലക്കാട് BJPയുടെ മൈനോറിറ്റി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദാണ് കോൺഗ്രസിൽ ചേർന്നത്. കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാസ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ. കൊച്ചിയിൽ ഇസ്രായേൽ അനുകൂല മുദ്രാവാക്യമായി CPM ജാഥയിൽ ബഹളമുണ്ടാക്കിയ 52-കാരിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി നീത ബ്രൈറ്റ് ഫെർണാണ്ടസിനെയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നലെ വൈകിട്ട് എറണാകുളം നഗരത്തിൽ CPM സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലിക്കിടെയാണ് സംഭവം. കൽപ്പറ്റയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആദിവാസി യുവാവ് ഗോകുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം CBIക്ക് വിട്ടു. CBI കേസ് ഏറ്റെടുത്തായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. CBI തിരുവനന്തപുരം യൂണിറ്റിനാണ് ചുമതല. ഇതോടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഗോകുലിന്റെ അമ്മയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ അവിവാഹിതയായ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ്. വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ചാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് വിലയിരുത്തൽ. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മെഴുവേലിയിൽ അമ്മയുടെ വീടിന്റെ പിന്നിലെ പറമ്പിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാമുകനാണ് ഗർഭത്തിന് ഉത്തരവാദിയെന്ന് ബിരുദ വിദ്യാർത്ഥിനിയായ 21-കാരി മൊഴി നൽകിയിരുന്നു. യുവതിയെ ആശുപത്രി വിട്ടാൽ ഉടൻ അറസ്റ്റ് ചെയ്യും. 2020 SLC പരീക്ഷ സേ പരീക്ഷാഫലവും THSLC സേ പരീക്ഷാഫലവും പ്രസിദ്ധീകരിച്ചു. SLC സേ പരീക്ഷാഫലം SSLC exam.kerala.government.in-ലും THSLC സേ പരീക്ഷാഫലം THSLC exam.kerala.government.in-ലും ലഭ്യമാകും. പോത്തിറച്ചി മ്ലാവിറച്ചിയാക്കി യുവാവിൻ്റെ ജീവിതം തകർത്ത പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്വം B. ഗീത സ്വമേധയാ കേസെടുത്തു. മ്ലാവിറച്ചി വിറ്റെന്ന പേരിൽ ചാലക്കുടി സ്വദേശി സുജേഷ് കണ്ണനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തെ അടവിൽ പാർപ്പിച്ച ശേഷം ഫോറൻസിക് പരിശോധനയാണ് മാംസം പോത്തിൻ്റെതെന്ന് കണ്ടെത്തിയത്. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മീഷന്റെ ഇടപെടൽ. മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ്. ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ റിസി സാലിഹിന്റെ ക്ഷണപ്രകാരമാണ് മോഹൻലാൽ പാർലമെന്റിലെത്തിയത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് താരം ശ്രീലങ്കയിലെത്തിയത്. ശ്രീലങ്കൻ പാർലമെന്റ് തനിക്കെന്ന ആദരവിൽ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കൂടി നന്ദി അറിയിച്ചു. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയിൽ വീണ്ടും അനിശ്ചിതത്വം. യാത്ര ഇനിയും വൈകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ജൂൺ 22 ഉച്ചയ്ക്ക് 1:12 വിക്ഷേപണമെന്നാണ് അവസാനം അറിയിച്ചിരുന്നാൽ ആക്സിയം 4 ദൗത്യം ജൂൺ 22 നടക്കുന്നതാണ് ഇപ്പോഴത്തെ അറിയിപ്പ്. ദൗത്യം ജൂൺ 25 നടത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് സൂചനയും പുറത്തു വരുന്നുണ്ട്. ആഗോളതലത്തിലെ മികച്ച സർവകലാശാലകളുടെ QS ലോക റാങ്കിൽ ഇന്ത്യയിൽ 54 സർവകലാശാലകൾ. ലോകത്തെ മികച്ച 1500 സർവകലാശാലകൾ പട്ടികയിൽ 190 എണ്ണമുള്ള US-ലും 90 എണ്ണമുള്ള UK-ക്കും 72 എണ്ണമുള്ള ചൈനയും കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാതിനിധ്യം ഇന്ത്യക്കാണ്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട ബോയിങ് വിമാനത്തിന് തകരാറുകളില്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ CEO ക്യാപ് ബെൽ വിൽസൺ. ലണ്ടനിലേക്ക് പറക്കും വരെ ഒരു പ്രശ്നമില്ലായിരുന്നുവെന്ന് CEO വ്യക്തമാക്കി. എഞ്ചിൻ പരിശോധന കൃത്യമായി നടന്നിരുന്നു. വലതുവശത്തെ എഞ്ചിന് മാർച്ചിലാണ് അറ്റകുറ്റപ്പണി നടത്തി. ഇരുവശത്തെ എഞ്ചിൻ ഏപ്രിൽ പരിശോധിച്ചിരുന്നുവെന്നും അടുത്ത പരിശോധന നടക്കേണ്ടിയിരുന്നത് വരുന്ന ഡിസംബറിലാണെന്നും ക്യാപ് ബെൽ വിൽസൺ വിശദമാക്കി. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ 25 കോടി രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ 3 പേരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു.
വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി പാട്ന. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അടുത്തിടെ പ്രഖ്യാപിച്ച പാട്ന വാട്ടർ മെട്രോ പദ്ധതി കേന്ദ്രത്തിൻ്റെ ഗംഗ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമാണ്. ഭാഷകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉടൻ തന്നെ ലജ്ജ തോന്നുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അമിത്ഷാ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. നിർമ്മിത ബുദ്ധി ഇന്ത്യയുടെ ITA മേഖലയിൽ ഉൽപ്പാദനക്ഷമത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഇൻഫോസിസ് സഹസ്ഥാപകൻ NR നാരായണ മൂർത്തി. ഖാലിസ്ഥാൻ വിഘടനവാദികൾ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കണം തുറന്നു സമ്മതിച്ചു കാനഡ. ഇസ്രായേൽ ഇറാൻ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് രാജ്യങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംയുക്തമായി ആവശ്യപ്പെട്ടു. കൊല്ലുന്നത് നിർത്തുക, യുദ്ധം അവസാനിപ്പിക്കാൻ തലക്കെട്ടിലാണ് ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ടുഡേഹ് പാർട്ടിയും ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രായേലും സംയുക്ത കുറിപ്പ് പുറത്തിറക്കിയത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടുന്ന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി സെർജി റാബ്കോവാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാഴ്സ്. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടലിന് സഹായം തേടി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി യൂറോപ്പിലേക്ക്. പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക പ്രവേശനാഴിയെടുത്തെന്ന് റിപ്പോർട്ടുകൾ. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കും അത്യാധുനിക മിസൈലുകൾക്കും പകരമായിട്ടായിരിക്കും US സൈന്യത്തിന് പാകിസ്ഥാനിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുക. ഇറാനെതിരെ സൈനിക ആക്രമണം നടത്തുമോ വേണ്ടേ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത 2 ആഴ്ചകളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ്. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് ലീഡ്സിൽ ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മുതലാണ് മത്സരം. മുൻ നായകന്മാരായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നീ താരങ്ങളെ വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പരയ്ക്കാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ സായ് സുദർശൻ, SSC ജയ്സ്വാൾ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ തുടങ്ങിയ യുവ നിരയാണുള്ളത്. 5 മത്സരം അടങ്ങിയ പരമ്പരയുടെ ഇന്ത്യയുടെ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിനും തുടക്കമാകും. ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ഇംഗ്ലണ്ട് നിരയും പ്രതീക്ഷയിലാണ്. ബെൻ ഡക്കറ്റ്, ജോ റൂട്ട്, ജാമി ഓവർട്ടൺ തുടങ്ങിയ താരങ്ങളാണ് ഇംഗ്ലണ്ടിൻ്റെ നിരയുടെ കരുത്ത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.